നമസ്കാരം. അധ്യാത്മരാമായണം തുടരുകയാണ്. ബാലകാണ്ഡം. ഇന്ന് ബാലകാണ്ഡത്തിൽ പുത്രകാമേഷ്ടി, വിശ്വാമിത്രൻ്റെ യാഗരക്ഷ, താടകാവധം, അഹല്യാമോക്ഷം, അഹല്യാസ്തുതി എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം, ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ, അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം, ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യക്കാമാർ എഴുന്നള്ളിടിനാൻ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ, വിശ്വാസത്തോട് ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നു പുണർന്നുടന്നുകർന്നു നിശിരസിങ്കൽ, ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം, താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരുകെ, വേഗത്തോട് മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ. നിർമ്മലയായി വന്നിടുമഹല്യാദേവി എന്നാൽ, ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ, കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം, പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും
മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്ക് താതനെ കാണാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ട് വന്നിച്ചിടിനാൻ. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ. ജനകമഹീന്ദ്രനും ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി. ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമാധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ അതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ. നിന്നോട് യുദ്ധം ചെയ്വൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസാചരണത്തിലേക്ക് സ്വാഗതം. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ. വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം സർവവ്യാപി എന്നാണ്. പാലാഴിയിൽ അനന്തൻ്റെ മുകളിൽ ശയനം ചെയ്യുന്ന ഭഗവാൻ, ആ മഹാവിഷ്ണുവിന് 4 കൈകളുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതാ ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്. ഓരോ ദൈവങ്ങൾക്ക് പിറകിലും 1000 തത്വങ്ങളെ ഒളിപ്പിച്ചു കിടത്തിയിട്ടുണ്ട് നമ്മുടെ ഋഷി പരമ്പര. നോക്കൂ, വിഷ്ണുവിൻ്റെ 4 കൈകളൊന്ന് നോക്കൂ. 1ാമത്തെ കൈയിൽ ശംഖുണ്ട്. ശംഖൊരു ജലജീവിയാണ്. ഈ ശംഖിൽ നിന്ന് മാംസഭാഗത്തെ മാറ്റിയിട്ട് ശംഖൂതിയപ്പോൾ ഓംകാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ, പ്രണവാകാരമാണ്. ഓംകാരം ഹിന്ദുവിൻ്റെ വളരെ സവിശേഷമായ മന്ത്രമാണ്. ഓംകാരത്തിന് പ്രതിഷ്ഠയുമുണ്ട്. ആ ശംഖ് ഓംകാരമാണ്. ശംഖ് വിജ്ഞാനത്തിൻ്റെ അവസാന വാക്കാണ്, വേദാന്തമാണ്. അപ്പോൾ ഒരു കയ്യിൽ വേദാന്തം, വിജ്ഞാനം. 2ാമത്തെ കയ്യിൽ ചക്രമാണ്. സുദർശന ചക്രം എന്നാണ് അതിൻ്റെ പേര്. നിരന്തരം കറങ്ങുന്നു. ചലനം ചലനം രാപ്പകൽ ചലനം. ചലനമെന്നതേ ജീവിതധർമ്മം. നിശ്ചലഭാവം നിഷ്ക്രിയഭാവമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ, വിശ്വത്തിൻ്റെ, ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം ചലനമാണ്. ചലനമാണ് ഭഗവാന്റെ 2ാമത്തെ കയ്യിലെങ്കിൽ അത് അസ്ത്രം കൂടിയാണ്. ദൂരെയുള്ള ശത്രുവിനെ നിഗ്രഹിക്കുന്ന ആയുധങ്ങളെ അസ്ത്രമെന്നും കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളെ ശസ്ത്രമെന്നും പറയും. അസ്ത്രശസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ 2ാമത്തെ കയ്യിൽ സുദർശനമുണ്ട്. ഈ സുദർശനത്തെ നമുക്കറിയാം, ഈ പേരിനൊരു പ്രസക്തിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ വന്ന പാകിസ്ഥാൻ്റെ എല്ലാ ഡ്രോണുകളെയും ആയുധങ്ങളെയും
ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഭാരതം ഉപയോഗിച്ച ആ പേടകത്തിൻ്റെ പേര് സുദർശനം എന്നായിരുന്നു. നമ്മൾ അങ്ങോട്ട് അവരെ അറ്റാക്ക് ചെയ്ത മിസൈലിൻ്റെ പേര് ബ്രഹ്മോസ് എന്നായിരുന്നു. അപ്പോൾ ആ സുദർശന ചക്രമാണ് ഭഗവാന്റെ രണ്ടാമത്തെ കയ്യിൽ അസ്ത്രം. മൂന്നാമത്തെ കയ്യിലുള്ളത് ഗദയാണ്. ഗദ എന്നാൽ ശസ്ത്രമാണ്, അത് തച്ചുടക്കലാണ്. പ്രതിസന്ധികൾ മുഴുവൻ തച്ചുടക്കണം, അതാണ് മൂന്നാമത്തെ കയ്യിലുള്ള ഗദ. നാലാമത്തെ കയ്യിൽ എന്താണ്? പങ്കജം, താമര. താമര വളരുന്നതും വിടരുന്നതും ചെളിയിലാണ്. പക്ഷെ ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാകുന്നു. അത് വലിയൊരു പ്രതീകമാണ്. ഇന്ന് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം നോക്കുമ്പോൾ മയക്കുമരുന്ന്, മദ്യം സർക്കാർ തന്നെ വിൽക്കുന്നൊരു നാട്, MDMA ഒക്കെ വളരെ വളരെ വ്യാപകമായിട്ട് നമ്മുടെ പോലീസും ഭരണകൂടവും എല്ലാം ബോധവൽക്കരണം നടത്തി ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോഴും തഴച്ചു വളരുന്നൊരു നാട്ടിൽ നമ്മുടെ മക്കളുടെ ചിന്ത താമരയെ പോലെയാണെങ്കിൽ ഏത് ചെളിക്കുണ്ടിൽ വളർന്നാലും താമര പൂജാപുഷ്പങ്ങളിൽ ഒന്നാമനായിത്തീരുന്നു. ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. അപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ 4 കൈകൾ 4 തത്വത്തെ പ്രദാനം ചെയ്യുന്നു. ഈ ഭഗവാന് ഓരോ അവതാരങ്ങൾ എടുക്കേണ്ടി വന്നു ഓരോ കാലഘട്ടത്തിൽ. നമ്മുടെ ഭഗവത്ഗീതയിലെ പ്രശസ്തമായിട്ടൊരു ശ്ലോകമുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും വരുന്നുവോ അപ്പോഴെല്ലാം നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിനും ഞാൻ യുഗയുഗങ്ങളായിട്ട് അവതരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഭഗവാൻ ആദ്യം അവതരിച്ചത് മത്സ്യാവതാരമാണ്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദേ ദശ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒന്നാമത്തെ അവതാരം മത്സ്യം. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഹയഗ്രീവൻ വേദത്തെ മോഷ്ടിച്ച് സാഗരത്തിൻ്റെ അടിയിൽ ചെന്നൊളിച്ചപ്പോൾ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദത്തെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ മത്സ്യാവതാരം പൂണ്ടു. അപ്പം വേദം എന്ന അറിവ്, ഈ അറിവ് അസുരൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്താ കുഴപ്പം? നോക്കൂ, അണുബോംബ് നിർമ്മിക്കുക, അത് സൂക്ഷിക്കുക, ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക, ഇത് നമ്മുടെ ഭാരതത്തിനറിയാം. ഇത് പാകിസ്ഥാനും അറിയാം. പാകിസ്ഥാൻ്റെ കയ്യിലെ അണുബോംബ് ഭീകരൻ്റെ കയ്യിൽ വന്നുപെട്ടാലോ? അതൊരു വലിയ അറിവാണ്. അണുബോംബ് ഉണ്ടാക്കലും കൈകാര്യം ചെയ്യലും അത് വിക്ഷേപിക്കലും വലിയ അറിവാണ്. ഇതൊരു ഭീകരൻ്റെ കയ്യിൽപ്പെട്ടാലോ? അത് ലോകത്തിൻ്റെ സർവനാശത്തിന് കാരണമാകും. അപ്പോൾ യഥാർത്ഥ അറിവുകൾ സജ്ജനങ്ങളുടെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത്. അത് ദുർജനങ്ങളുടെ കയ്യിൽ അത് ലോകത്തിന് ഭീഷണിയായി തീരും. അതുകൊണ്ട് ഹയഗ്രീവനെ നിഗ്രഹിച്ച് ഭഗവാൻ വേദത്തെ വീണ്ടെടുത്തു. അതാണ് മത്സ്യാവതാരം. രണ്ടാമത്തേത് കൂർമ്മമാണ്, ആമ. നമുക്കറിയാം, ആ കഥയറിയാം. ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവേന്ദ്രനെ കാണാൻ ചെന്നു. അതിമനോഹരമായൊരു മാല കൊടുത്തു ദേവേന്ദ്രന്. ദേവേന്ദ്രൻ ആ മാല തൻ്റെ വാഹനമായ ഐരാവതത്തിന് കൊടുത്തു. ഐരാവതത്തിൻ്റെ ആ മാലയിൽ ഒരുപാട് തേനീച്ചകളും വണ്ടുകളും വന്ന് മുരളാൻ തുടങ്ങിയപ്പോൾ ഐരാവതത്തിന് ദേഷ്യം തോന്നി. അത് വലിച്ച് താഴെയിട്ട് ചവിട്ടി ഉടച്ചു കളഞ്ഞു. സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന മഹർഷി കണ്ടുകോപിച്ചു. ഉടനെ ശപിച്ചു കളഞ്ഞു, ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോകട്ടെ. നിത്യ യൗവനധാരികളായ ദേവന്മാർ മുഴുവൻ വയസ്സന്മാരായിപ്പോയി. ശാപമോക്ഷത്തിനു വേണ്ടി മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചപ്പോൾ മഹർഷി പറഞ്ഞു കൊടുത്തു, ശാപം പിൻവലിക്കാൻ സാധ്യമല്ല, ശാപമോക്ഷം നൽകാം, പാലാഴി കടഞ്ഞിട്ട് അമൃത് കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ ലോകത്തിലെ മൊത്തം സാഗരത്തിൻ്റെ വലിപ്പമുള്ള പാലാഴി കടയാൻ തുടങ്ങി. ഈ പാലാഴി കടയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ പൊങ്ങി വന്നു. രത്നങ്ങളും വൈഡൂര്യങ്ങളും പവിഴമൊക്കെ ഉണ്ടായിരുന്നു. ഇതെടുക്കാൻ മത്സരമായിരുന്നു. ദേവന്മാർ മത്സരിച്ചുകൊണ്ട് നല്ലതിനെയൊക്കെ സ്വന്തമാക്കി. എന്നാൽ അവിടെ ഒരു പ്രശ്നം വന്നു. മന്ധരപർവ്വതത്തെ കടയോലാക്കി വാസുകിയെ ഞാണാക്കിയിട്ടായിരുന്നു ഈ പാലാഴി മഥനം നടക്കുന്നത്. ഈ സമയത്ത് മന്ധരപർവ്വതം താഴേക്ക് പോയപ്പോൾ മന്ധരപർവ്വതത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൂർമാവതാരം പൂണ്ടുവന്നു. അതായത് ദേവന്മാരുടെ രക്ഷയാണ് ലോകത്തിൻ്റെ രക്ഷ. ദേവന്മാർ ഇല്ലാതായാൽ സമസ്ത ലോകവും ഇല്ലാതാകും.
ആയതുകൊണ്ട് ദേവന്മാർക്ക് യൗവനം തിരിച്ചു കിട്ടുവാൻ വേണ്ടി കിട്ടേണ്ട അമൃത് വീണ്ടെടുക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ താഴേക്ക് പതിച്ചു പോയ മന്ദരപർവ്വതത്തെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ കൂർമാവതാരം പൂണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ടായി. വാസുകിയുടെ വായിൽ നിന്ന് അത്യുഗ്രമായ കാളകൂട വിഷം പുറത്തേക്കു ചാടി. രത്നവും പവിഴവും മുത്തും വന്നപ്പോൾ ഓടിയെടുത്ത ദേവന്മാരിൽ പലരും ഇത് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഈ കാളകൂട വിഷം താഴേക്ക് വീണാൽ 14 ലോകങ്ങളും വെന്ത് വെണ്ണീറായി പോകും. ആരേറ്റെടുക്കും? പ്രശ്നം വന്നപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ല, സന്തോഷം വന്നപ്പോൾ ഏറ്റെടുക്കാൻ ആളുണ്ട്, പ്രശ്നം ആർക്കും വേണ്ട. അതുകൊണ്ടാണ് ഒരു ദേവനെ നമ്മൾ മഹാദേവൻ എന്ന് വിളിക്കുന്നത്. തൻ്റെ 2 കൈകളും കാണിച്ചു കൊടുത്തു പരമേശ്വരൻ. 2 കൈകളിലേക്ക് വാങ്ങിയ കാളകൂട വിഷത്തെ അദ്ദേഹം പാനം ചെയ്തു. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ലോകത്തിനൊന്നും സംഭവിക്കരുത്, സമസ്ത ലോകഹിതാർത്ഥം ജീവൻ പ്രാണൻ ത്യജിക്കുവാൻ തയ്യാറായി ഭഗവാന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ചു പാർവതീദേവി വിഷമുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ. ഭഗവാന്റെ വാ പൊത്തിപ്പിടിച്ചു മഹാവിഷ്ണു. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ആ ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി സമസ്ത ലോകവും ഒരു രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ശിവരാത്രി എന്ന് നാം മനസ്സിലാക്കണം. സമസ്ത ലോകഹിതാർത്ഥം കാളകൂട വിഷത്തെ പാനം ചെയ്തു ഭഗവാൻ. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നില്ല, പ്രശ്നങ്ങളെ സധൈര്യം ഏറ്റെടുക്കുന്നു ഭഗവാൻ. പാലാഴി മദനം 1000 പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ പാലാഴി മദന സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ മന്ദരപർവ്വതത്തെ ഉയർത്തി പാലാഴിയെ മദനം ചെയ്യുവാനായിട്ട് ആ കാര്യം സാധിക്കാൻ കഴിഞ്ഞത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 2ാമത്തെ അവതാരമായ കൂർമ്മത്തിൻ്റെ സാന്നിധ്യമായിരുന്നു എന്നറിയണം. എപ്പോഴെല്ലാം ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം മഹാവിഷ്ണു പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസങ്ങളിൽ 8 അവതാരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. വനവാസകാലത്ത് ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ടതാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. മേമുറി ഭരതക്ഷേത്രത്തിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരമാണ് എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലുള്ള മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക്. നാലമ്പല വഴിയിലെ 3ാമത്തെ ക്ഷേത്രമാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചാലക്കുടി പുഴയോരത്തെ ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷ്മണസ്വാമി ശ്രീബലിബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട സ്ഥലമാണ് ഇതെന്ന് ഐതിഹ്യവും ചരിത്രവും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ക്ഷേത്രം. ചാലക്കുടി പുഴയോരത്തെ ലക്ഷ്മണ പെരുമാൾ തന്റെ കടുത്ത ഉപാസകനായിരുന്ന കരിമലക്കാട് മൂസദ് എന്ന ഭക്തന്റെ വീട്ടിലേക്കാണ് ശ്രീബലിബിംബത്തിൽ എഴുന്നള്ളിയത്.
പിൽക്കാലത്ത് മൂസതിന്റെ വസതിയോട് ചേർന്ന് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിയുകയും മൂസതിന്റെ കൊട്ടാരം ശ്രീമൂലസ്ഥാനമായി പൂജിച്ചു പോരുകയും ചെയ്യുന്നു. നാലമ്പല ക്ഷേത്ര വഴിയിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആലുവ മാള റൂട്ടിൽ പാറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂഴിക്കുളം എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളി ഇവിടെ കുടികൊണ്ടു എന്നാണ് അത് ഐതിഹ്യം മാത്രമല്ല, ചരിത്രം. ഇന്നും ഈ പല കുടുംബങ്ങളും അവിടെയുണ്ട്. അവിടുത്തെ ആളുകൾക്കും അറിയാം ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പല വഴികളും ദേശവഴികളും എല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രം ആണ്. ഇവിടെ പ്രധാനമായ വഴിപാട് പാൽപ്പായസമാണ്. ഭഗവാൻ അറിവും ഐശ്വര്യവും രോഗശാന്തിയും ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും ഈ അമ്പലത്തിൻ്റെ ഫലസിദ്ധി ആയിട്ട് ഞങ്ങൾ എടുത്തു പറയുന്ന കാര്യം. ഈ നാലമ്പല തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഒരുപാടായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും അന്നദാനം രാവിലെ 7 മണി മുതൽ തന്നെ 7 മണിക്കല്ല, രാവിലെ ഭക്തജനങ്ങൾ ഇവിടെ എത്തുമ്പോൾ മുതൽ തന്നെ അന്നദാനം ആരംഭിക്കുക. അത് ഇന്ന് കേരളത്തിൽ മുഴുവൻ പ്രസിദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് കഞ്ഞിയും കപ്പയുമാണ് ഇവിടെ നൽകുന്നത്. കപ്പ പ്രത്യേകം ഞങ്ങൾ നട്ടുവളർത്തുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അത് കേരളത്തിൽ മുഴുവൻ പ്രസിദ്ധമായിട്ടുണ്ട്. ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണ വട്ടത്തിൽ ഹനുമാൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ ദേവന്മാരും കുടികൊള്ളുന്നു. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്ക് കിഴക്ക് ഭാഗത്ത് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്കു പിന്നിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പ സാന്നിധ്യവുമുണ്ട്. പടിഞ്ഞോട്ട് ദർശനമായി ചതുര ശ്രീകോവിലിൽ അഭീഷ്ടവരദായകനായി ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നു. കർക്കിടക മാസത്തിൽ നിരവധി ഭക്തരാണ് ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി മുളക്കുളത്തെ ക്ഷേത്രത്തിലെത്തുന്നത്.